തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF-ന് കനത്ത തിരിച്ചടിയാണുണ്ടായത്. 3 പഞ്ചായത്തുകളുടെ ഭരണം ഇടതിൽ നിന്നും UDF പിടിച്ചെടുത്തു. കണ്ണൂരിലും ആലപ്പുഴയിലും ഉൾപ്പെടെ LDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. മുപ്പത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 17 ഇടങ്ങളിൽ UDF-ഉം 11 ഇടങ്ങളിൽ LDF-ഉം 2 ഇടത്ത് BJP-യും ജയിച്ചു. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. പാർലമെന്റ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലനിന്ന ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ തുടരുന്നു എന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം തരുന്നത്. തൃശൂർ നാട്ടിക, ഇടുക്കി കരിമണ്ണൂർ, പാലക്കാട് തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളുടെ ഭരണം LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. പാലക്കാട് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തച്ചമ്പാറ പഞ്ചായത്തിന്റെ 4ാം വാർഡായ കോഴിയോട് LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തതാണ് നിർണായകമായത്. മുസ്ലിം ലീഗിലെ അലി തേക്കത്ത് 28 വോട്ടിന് CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. ഇതോടെ 15-അംഗ ഭരണസമിതിയിൽ UDF-ന് 8 പേരുടെ പിന്തുണയുമായി. ഭരണം മറിഞ്ഞു. LDF അംഗം രാജിവെച്ച് BJP-യിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്ത് 9ാം വാർഡ് പന്നൂറിൽ കോൺഗ്രസിന്റെ MN ദിലീപ് കുമാർ 178 വോട്ടുകൾക്ക് LDF-ൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ചു. ഇതോടെ കരിമണ്ണൂരിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാകും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനും UDF തിരിച്ചുപിടിച്ചു. തൃശൂർ നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് UDF സ്ഥാനാർത്ഥി P. വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം UDF-ലേക്ക് മറിഞ്ഞു. മുൻപ് 6 സീറ്റ് LDF-നും 5 സീറ്റ് UDF-നും 3 സീറ്റ് BJP-ക്കും എന്ന നിലയിലായിരുന്നു. 1 സീറ്റിന്റെ മുൻതൂക്കത്തിൽ തുടർ ഭരണമാണ് LDF-ന് നഷ്ടമായത്. കണ്ണൂരിലും ആലപ്പുഴയിലും ഉൾപ്പെടെ LDF സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി പൂർണ്ണമായി പുറത്തുവരുന്നതോടെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രം തെളിയും. വിവിധ ജില്ലാ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.